ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഹൊഗനക്കല്ലിൽ കൊട്ടവഞ്ചി സവാരിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും നേരെ കർണാടകയിലേക്ക് പോകണം. ഹൊഗനക്കല്ലിലെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തിരുന്ന് കാണാൻ മറക്കല്ലേ. നമ്മുടെ ബൈക്ക് ട്രിപ്പ് തുടങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് കർണാടകയിലെ ചിക്മംഗ്ലൂരിലേക്കാണ് കേട്ടോ പോകുന്നത്. ഹൊഗനക്കല്ലിൽ നിന്നും 336 കിലോമീറ്റർ, അതായത് 7 മണിക്കൂർ യാത്രയാണ് ചിക്മംഗ്ലൂരിലേക്കുള്ളത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ ചെറുതായിരുന്നു സ്കിപ്പ് ചെയ്തു. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല സമയം വൈകും. അതുകൊണ്ട് തന്നെ കയ്യിൽ ഓറഞ്ചൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യാത്രയിൽ കൂട്ടുകൂടാൻ മറക്കണ്ട. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഹസനിലെ ബേലൂർ എന്ന സ്ഥലത്തെത്തിട്ടോ. ഇവിടെ ധാരാളം അമ്പലങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു അമ്പലത്തിൽ കയറാൻ പോകണം. അതിന് മുന്നേ തന്നെ ഒരു കരിക്കുംവെള്ളം വാങ്ങിച്ച് കുടിച്ചു. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ കരിക്കുംവെള്ളം കുടിച്ചപ്പോഴാണ് ഒന്ന് ശ്വാസം നേരെ വീണത്. ഇനി നമ്മൾ നേരെ കയറി പോകുന്നത് ഹസനിലുള്ള ഹോയ്സലേശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഞാനിവിടെ മൂന്നാമത്തെ തവണയായിട്ടോ വരുന്നത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ബി.എഡിന് പഠിക്കുമ്പോഴൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ചിക്മംഗ്ലൂരിലേക്ക് വരുന്ന എല്ലാവരും തന്നെ മെയിനായിട്ട് വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ധാരാളം കൊത്തുപണികളുള്ള മനോഹരമായ ഒരു ശിവക്ഷേത്രമാണിത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കർണാടകയിലെ ചിക്മംഗ്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹോയ്സലയുടെ പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു അത്ഭുത കെട്ടിടമാണ് ഹോയ്സലേശ്വര ക്ഷേത്രം എന്ന് പറയും. ഇത് വെറും ഒരു ആരാധനാലയം മാത്രമല്ല, ഇവിടെ നമുക്ക് കലയും ചരിത്രവും സംസ്കാരവും എല്ലാം ഒത്തുചേർന്ന ഒരു രൂപം കാണാൻ സാധിക്കും. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹലബിഡു എന്ന സ്ഥലത്താണ്. ചിക്മംഗ്ലൂരിൽ നിന്നും ഇവിടേക്ക് 30-40 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇപ്പോൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ലിസ്റ്റിലും ഈ ക്ഷേത്രമുണ്ട്. ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് 12-ാം നൂറ്റാണ്ടിൽ ഹോയ്സല രാജാവായിരുന്ന വിഷ്ണുവർദ്ധനൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. ഇതൊരു ശിവക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ പുറംഭാഗം മുഴുവൻ ദ്രാവിഡ ശൈലിയിലും ഹോയ്സല ശൈലിയിലും തീർത്ത ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2 വലിയ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ നന്ദി പ്രതിമയും ഈ അമ്പലത്തിലെ ഒരു പ്രത്യേകതയാണ്. രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയവയിലെ കഥകളെല്ലാം തന്നെ ഇവിടുത്തെ ഭിത്തികളിൽ ഓരോ ചിത്രങ്ങളും കൊത്തുപണികളുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സോപ്പ് സ്റ്റോൺ എന്ന വളരെ ലളിതമായിട്ട് കൊത്താവുന്ന ഒരു കല്ലിലാണ്. ക്ഷേത്രം 2ആയിട്ട് ഇവിടെ ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് ഹോയ്സലേശ്വര ക്ഷേത്രം എന്നും രണ്ടാമത്തത് ശാന്തലേശ്വരം ക്ഷേത്രം എന്നാണ്. രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് രാജ്ഞിയായ ശാന്തലയെ അനുസ്മരിച്ചിട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കൊത്തുപണികൾ നമ്മളെ എന്തായാലും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ നന്ദി പ്രതിമയുടെ രൂപമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ നല്ലൊരു വലിയ ഗാർഡനും അതിനോട് ചേർന്ന ഒരു ലേക്കൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നല്ലോ. നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പെട്ടെന്ന് കണ്ടു തീർത്തു. നമുക്കിനിയും ഇവിടെ ധാരാളം സ്ഥലങ്ങൾ കാണാനുണ്ട്. രാത്രി ആകുമ്പോഴേക്ക് ചിക്മംഗ്ലൂരിലേക്ക് എത്താനുണ്ട്. അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് തൊഴുതിറങ്ങിയിട്ടോ. ഇവിടെ സൈഡിൽ 2 വശത്തായിട്ട് വലിയ ഗാർഡൻ ആയിട്ട് കാണുന്നത്. നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ചിലവഴിക്കായിരുന്നു. പക്ഷേ നമുക്ക് ഒട്ടും സമയമില്ലാത്തൊരു ഓട്ടപ്പാച്ചിലാണ് നമ്മളിവിടെ കയറിയത്. ഇനി നമ്മൾ അടുത്തതായിട്ട് മറ്റൊരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അത് ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലേക്കാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് റൂട്ട് മാപ്പ് തെറ്റിയതുകൊണ്ട് എത്തിയത് മറ്റൊരു ക്ഷേത്രത്തിലാണ്. പക്ഷേങ്കിൽ ഇതൊരു വലിയ ശിവക്ഷേത്രം തന്നെയാണ്, പുരാതന കാലത്തുള്ളതാണ്. പക്ഷേങ്കിൽ ഇതങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. അതുകൊണ്ട് നമ്മൾ മാത്രമേ ആ സമയത്ത് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഗ്രാമപ്രദേശത്തിൻ്റെ കുറേ ഉള്ളിലേക്ക് പോയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് ചിക്മംഗ്ലൂരിലേക്കും ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു അങ്ങോട്ട് എത്തുമ്പോഴും തന്നെ. ഒരു 8:30-9 ആയപ്പോഴത്തേക്കും നമ്മളങ്ങനെ ചിക്മംഗ്ലൂർ ടൗണിലെത്തി അവിടെ റൂം എടുത്തു. ഇനി 2 ദിവസം ഇവിടെയാണ് കേട്ടോ സ്റ്റേ. അപ്പോൾ അത്യാവശ്യം നല്ല റൂമായിരുന്നു. അങ്ങനെ റൂമിൽ കൊണ്ട് ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷ് ആയ ശേഷം നമ്മൾ നേരെ വെളിയിലോട്ട് ഇറങ്ങിട്ടോ. ചിക്മംഗ്ലൂർ ടൗണിലെ രാത്രി കാഴ്ചകളൊക്കെ കാണാൻ കയറി നമ്മൾ നടന്നാണ് ഇറങ്ങിയത്. കുറച്ച് ദൂരം അതിലേക്ക് നടന്ന ശേഷം നമ്മൾ അതിൽ ഫുഡ് കഴിക്കാണ്ട് കയറി. രാത്രി പിസയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അതിന് പിസയൊക്കെ കഴിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ അടുത്ത ദിവസം രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാവും നമ്മുടെ ചിക്മംഗ്ലൂരിലെ യാത്രകൾ തുടങ്ങുന്നതെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും കേസരിയും നെയ് റോസ്റ്റൊക്കെ ആയിരുന്നു. പരസ്പരം ഒരു ബന്ധമില്ലെങ്കിലും ഫുഡൊന്നും അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. നേരത്തെ പ്ലാൻ ചെയ്തൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച അനുസരിച്ചൊന്നുമല്ല കേട്ടോ നമ്മുടെ യാത്ര. നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പം അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് അതൊക്കെയാണ് പോയി കണ്ടു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിക്മംഗ്ലൂർ എന്ന് പറയുമ്പോൾ തന്നെ കാപ്പിക്ക് ഏറെ പ്രാധാന്യമുള്ള പേര് കേട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ റോഡിന് 2 വശത്തുമായിട്ട് ധാരാളം കാപ്പിത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ച് നേരം മുന്നോട്ട് വന്നപ്പോഴാണ് റോഡിലായിട്ട് തന്നെ 2 കുഞ്ഞ് പട്ടിക്കുഞ്ഞുങ്ങൾ കിടക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ അച്ചോട്ടൻ ഏതെല്ലാം ഇറങ്ങി അവയെ സൈഡിലേക്ക് മാറ്റി വെക്കാമെന്ന് കരുതിയിട്ട് അവശ്യ നിലയിലുള്ള 2 ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. അടുത്തൊന്നും കടകളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പാലോ ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. പിന്നെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഒന്ന് കൊടുത്തു നോക്കിയിട്ടോ. അതങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഏതായാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഏതായാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത ശേഷം നമ്മൾ ഏതായാലും തിരിച്ച് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് പോകട്ടോ. പോകുന്ന സ്ഥലത്തൊക്കെ ഏതായാലും ധാരാളം കൃഷിയിടങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഒരു മലമുകളിലുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അവിടേക്ക് കയറുന്നതിന് മുന്നേ ബൈക്കിന് പാസ് 10 രൂപ എടുത്തുട്ടോ. അതിനുശേഷം
നമ്മൾ നേരെ കലദ്ഗിരി വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ പോകുന്നത്. ഒരു മലമുകളിലുള്ളൊരു ക്ഷേത്രവും വാട്ടർഫാൾസും ഒക്കെ ഇവിടെ ഒരുമിച്ചാണ്. അങ്ങനെ വണ്ടി പുറത്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് നടന്നിങ്ങോട്ട് പോകാൻ കേട്ടോ. അവധി ദിവസമായതുകൊണ്ട് തന്നെ ഇവിടെയും നല്ല തിരക്ക് തന്നെയാണ്. വാട്ടർഫാൾസിനോട് ചേർന്ന് തന്നെ ഒരു റോക്ക് കട്ട് ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ. വീരഭദ്രേശ്വര ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം പ്രത്യേകതകളും ഒക്കെയുള്ള ഒരു വെള്ളമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പേരവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ കുറച്ച് മുകളിലൂടെ സ്റ്റെപ്പ് കയറി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ചെറിയ വെള്ളച്ചാട്ടം കാണാം കേട്ടോ. നമ്മളവിടെയൊക്കെ പോയി നിന്ന് കണ്ടതേ ഉള്ളൂ, നനഞ്ഞൊന്നുമില്ല. അങ്ങനെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഒരു ട്രക്കിങ്ങിനാണ് കേട്ടോ. കർണാടകയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രക്കിങ്ങിലൊന്നായിട്ടുള്ള സെറ്റ് പോയിന്റ് ട്രക്കിങ്ങിലാണ് പോകുന്നത്. ചിക്മംഗ്ലൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 60 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ഒരു ട്രക്കിംഗ് പോയിന്റ് ഉള്ളത്. ചിക്മംഗ്ലൂർ ജില്ലയിലെ കെമ്മൻകുടി എന്ന ഹിൽ സ്റ്റേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചിക്മംഗ്ലൂർ ഹെബെ ഫാൾസ് പോകാൻ വേണ്ടി വന്നു. അവിടെ ജീപ്പ് ട്രക്കിംഗ് ആണ്. 12 പേരെങ്കിലും മിനിമം വേണം. പിന്നെ ഉള്ളത് 8 പേര്. ഒരെണ്ണം 500 രൂപ ടിക്കറ്റ്, പിന്നെ 590 രൂപ ടിക്കറ്റ്. പിന്നെ അത് കാണാൻ പറ്റാണ്ട് വെയിറ്റ് ചെയ്തില്ല, നേരെ സെറ്റ് പോയിന്റ് എന്ന പോയിന്റിലേക്ക് വരികയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബൈക്ക് എൻട്രിക്ക് ഒരു 10 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞ് വെറുതെ റോട്ടിലൂടെ ഉള്ളിൽ കയറുന്നതിന് ഒരാൾക്ക് ബൈക്കിന് വേണ്ടി ഒരു 50 രൂപ മേടിക്കുന്നു. അത് കഴിഞ്ഞ് സെറ്റ് പോയിന്റ് നടന്നു കയറാൻ നമുക്ക് ഒരാൾക്ക് 100 രൂപ കൊടുക്കണം. വളരെ നല്ല ഒരു കർണാടക ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. നമ്മളങ്ങനെ പാസ്സൊക്കെ എടുത്തിട്ട് കാട്ടിലൂടെ ട്രെക്കിംഗ് ആരംഭിച്ചിട്ടോ. ഒരു സൈഡ് തന്നെ 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ 6 കിലോമീറ്റർ ഉണ്ട്. ഒരു സൈഡ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 to 2 മണിക്കൂർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മനോഹാരിത ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ട്രെക്കിംഗ് ആണ്. തുടക്കത്തിലുള്ള കുറേ നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിലൂടെയുള്ളൊരു യാത്ര തന്നെയാണ്. സെറ്റ് പോയിന്റിന് 1500 മീറ്റർ വരെ ഉയരം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇത് നല്ലൊരു സൺറൈസ് പോയിന്റ് കൂടിയാണ്. പക്ഷേ നമ്മൾ എത്തിയിട്ടുള്ളത് ഏകദേശം ഉച്ചയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് കേട്ടോ. പിന്നെ കാടായതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ചൂട് അറിയുന്നിരുന്നുള്ളൂ. ഒരൊറ്റ മനുഷ്യന്മാർ ഈ വഴിയിൽ എങ്ങുമില്ല കേട്ടോ. പോകുന്ന വഴിക്ക് 1ാമത്തെ ഘട്ടം കഴിഞ്ഞ് 2ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ചെറിയ വാട്ടർഫാൾസും അരുവികളും ഒക്കെ കാണാൻ സാധിക്കും. അവിടെയാണ് കേട്ടോ ശാന്തി വാട്ടർഫാൾസും ഒക്കെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ വെള്ളച്ചാട്ടം അരുവിയൊക്കെ കണ്ടു കഴിഞ്ഞ് കുറേയും കൂടെ അവസാനത്തേക്ക് എത്തുമ്പോൾ അവിടെയുള്ളത് നാരോ റോക്കി പാത്തുകളാണ് കേട്ടോ. ഇതേപോലത്തെ ചെറിയ ഇടവഴി പോലത്തെ വഴികളാണ്. ഒരു സൈഡ് കൊക്ക പോലും ഒരു സൈഡ് ഫുള്ള് പാറകളുമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ അരുവികളുടെ വെള്ളം ഇതിലേക്ക് ഒഴുകി വരുന്നുണ്ട്. എന്തൊക്കെയോ പ്രാണികളുടെയും ജീവികളുടെയും ഒക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് കയ്യിലുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അവസാനത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ സൈഡിലായിട്ട് കുറേ മലനിരകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ചില ഏരിയകളൊക്കെ ഇറങ്ങാൻ ഒരു ഇച്ചിരി പാടുണ്ട്. ഇരുന്ന് നിരങ്ങിയൊക്കെയാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. നല്ല വെയിലാണെങ്കിലും ചെറിയൊരു കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ചൂടറിയുന്നില്ല. സൈഡിലെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു ക്ഷീണം തന്നെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ. എത്രയും അങ്ങോട്ട് നടന്നിട്ടും എത്തുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടോ ഞാൻ. കാരണം കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. കുന്നും മലയൊക്കെ കയറി ലാസ്റ്റ് ഈ ഒരു പോയിന്റിലെ കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മുടെ ക്ഷീണമൊക്കെ മറന്നു പോകുന്നൊരു തരത്തിലാണ് കേട്ടോ. ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു വ്യൂ ആണ് ഏറ്റവും രസം. നല്ല വെയിലത്താണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും. നമ്മൾ ഒത്തിരി തിരക്കൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പം ഇവിടെ ഒരൊറ്റ മനുഷ്യന്മാർ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല സന്തോഷത്തോടെ ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇത്രയും ടോപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കെമ്മൻകുടിയും വെസ്റ്റേൺ ഗട്ട്സും മുള്ളിയാങ്കിരി റേഞ്ചും എല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള കാട്ടുപൂക്കളും എല്ലാം ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർഫാൾസിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ്. ഇവിടെ വരെ വന്നിട്ട് ഹെബ്ബെ ഫാൾസ് കാണാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഹെബ്ബെ ഫാൾസ് കൊണ്ട് കയറി കാണുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മൾ
തിരിച്ചു പോകുന്ന വഴി കെമ്മൻകുടി ഹിൽ റിസോർട്ടിൽ കയറിട്ടോ. ഇനി ഇവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ കരുതി സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് ഹെബ്ബെ ഫാൾസിലേക്ക് പോകുന്നത് ജീപ്പ് സഫാരിയാണ്. അപ്പോൾ ഒരു ജീപ്പിൽ ഇത്ര പേര് വേണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ തികയുന്ന വരെ നമ്മളിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് നേരം കാത്തിരിക്കാം. എന്തായാലും ഹെബ്ബെ ഫാൾസ് കാണാതെ പോകുന്നത് വലിയൊരു നഷ്ടമാണ്. അങ്ങനെ നമ്മളൊരു നോൺ വെജ് മീൽസ് പറഞ്ഞിട്ടോ. കറികളെല്ലാം തന്നെ കർണാടക സ്റ്റൈൽ ആയതുകൊണ്ട് മറ്റൊരു രീതിയിലാണ്. എന്നാൽ പോലും നല്ല രസമുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഹെബ്ബെ ഫാൾസിലേക്കുള്ള യാത്ര മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യാത്ര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടെ കൂടാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ആക്കാനും മറക്കല്ലേ. ബൈ.